പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ ദേ ഗോട്ട് റെഗുലർ പേയ്മെന്റ്സ്. അപ്പോൾ പോർച്ചുഗീസുകാരെ പോലെ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാതിരിക്കുന്നൊന്നുമില്ല, റാദർ വിപുലമായിട്ട് നട്ടുപിടിപ്പിക്കപ്പെട്ടു. അപ്പോൾ തെങ്ങ് കൃഷിക്ക് മാക്സിമം പ്രോത്സാഹനം നൽകാൻ വേണ്ടിയിട്ട് ഡച്ചുകാർ ശ്രദ്ധിച്ചായിരുന്നു. അപ്പം നല്ലതരം തൈകളും അതുപോലെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള കൃഷി സമ്പ്രദായം അവർ പ്രചരിപ്പിക്കുകയുണ്ടായി. ഡച്ചുകാർ ആദ്യം 1658 പോർച്ചുഗീസുകാർക്ക് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന താവളങ്ങൾ ഡച്ചുകാർ പിടിച്ചടക്കുകയും അതുപോലെ തന്നെ കൊല്ലം, കൊടുങ്ങല്ലൂര്, പുറക്കാട്, കൊച്ചി, കണ്ണൂര് ഇവയെല്ലാം പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ഡച്ചുകാർ പിടിച്ചടക്കുകയാണ് ഉണ്ടായത്. ഉണ്ടായിരുന്നു. സോ അത് ബലപ്പെടുത്തുകയും പ്രധാനപ്പെട്ട കോട്ട നമ്മൾ ആദ്യം പറഞ്ഞു ഫോർട്ട് മാനുവൽ കോട്ട സ്ഥാപിച്ചു കൊച്ചിയിൽ. അതുപോലെ തന്നെ സെയിന്റ് ആഞ്ചലോ കോട്ട. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, കേരള ഹിസ്റ്ററിയുടെ റിവിഷൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് നമ്മൾ കുറച്ച് സെഷൻസ് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഏരിയാസ്, അതായത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയാസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോർച്ചുഗീസുകാരുടെ അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഏരിയാസ്. അപ്പോൾ അതിൽ നിന്നും ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ഒരു സെഷനിൽ വരുന്നത്. ഓക്കെ, സോ ഈ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് യൂറോപ്യന്മാരുടെ ആഗമനത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനത്തെ പറ്റി എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത് പ്രധാനമായിട്ടും പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഒരു സമയത്തിലാണ്. ഓക്കെ, സോ പോർച്ചുഗീസുകാരും ഡച്ചുകാരും കേരളത്തിൽ വരികയും കേരളത്തിന്റെ സാമൂഹികവും സാമുദായികവുമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അവർ ഇടപെടുകയും ഒരുപാട് വലിയൊരു ഇമ്പാക്റ്റ് തന്നെ വരുത്തുകയുണ്ടായി. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു സെഷനിലൂടെ കവർ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് പോർച്ചുഗീസുകാരുടെ പീരീഡിനെ പറ്റി നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയുമ്പോൾ വാസ്കോഡഗാമയെ പറ്റിയാണ് പറയാനുള്ളത്. വാസ്കോഡഗാമയാണ് കോഴിക്കോട് കപ്പലിറങ്ങിയത് 1498 മെയിലാണ്. ഓക്കെ, സോ ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട് വാസ്കോഡഗാമ കപ്പലിറങ്ങിയ വർഷം ഏതെന്നൊക്കെ ഡിഗ്രി പ്രിലിംസിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ അങ്ങനത്തെ ഈസി ക്വസ്റ്റ്യൻസ് ഇനിയും പ്രതീക്ഷിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, സോ 1498 വാസ്കോഡഗാമ കപ്പലിറങ്ങിയാണ് ചെയ്തത്. സോ കോഴിക്കോട്, ആ സമയത്ത് കോഴിക്കോട് ഭരിച്ചുകൊണ്ടിരുന്ന ആരാണ്? സാമൂതിരിയാണ്. ഓക്കെ, സോ സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വാണിജ്യം അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, സോ അതിനുശേഷം വാസ്കോഡഗാമയ്ക്ക് ശേഷം വന്ന വ്യക്തിയാണ് കാബ്രൽ. ഓക്കെ, പെഡ്രോ അൽവാരസ് കാബ്രൽ. സോ വാസ്കോഡഗാമ തിരിച്ചു പോയതിനു ശേഷം അടുത്ത പര്യടന സംഘം ഈ ഒരു കാബ്രലിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യയിലേക്ക് വന്നത്. പോർച്ചുഗീസ് രാജാവാണ് ഇത് അയക്കുന്നത്. അപ്പോൾ ഇവര് കോഴിക്കോട് എത്തിയതിനു ശേഷം ആക്ച്വലി സാമൂതിരി കോഴിക്കോട് ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അധികാരം കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, റൈറ്റ് ടു ഇറക്ട് ഫാക്ടറി അറ്റ് കാലിക്കറ്റ്. അപ്പോൾ കാബ്രലിന്റെ നേതൃത്വത്തിൽ ഒരു ഫാക്ടറി എന്തിനാണ്? വ്യാപാരശാല, ട്രേഡ് സെന്റർ ആണ് ശരിക്കും പറഞ്ഞ ഫാക്ടറി. ഓക്കെ, സോ അങ്ങനെ they received the right to erect factory at കാലിക്കറ്റ് കോഴിക്കോട് ഈ ഒരു ഫാക്ടറി നിർമ്മിക്കാനുള്ള അധികാരം ലഭിക്കുകയാണ് ചെയ്യുന്നത്. സോ കാബ്രലാണ് രണ്ടാമത് വരുന്നത്. ഓക്കെ, പക്ഷെ അവിടെ ഇതിന് ശേഷം സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിംസുമായിട്ട് പോർച്ചുഗീസുകാർ നിരന്തരമായിട്ടുള്ള ഒരു യുദ്ധത്തിലായിരുന്നു. കാരണം മുസ്ലിംസ് അവരുടെ ഒരു തീവ്ര മത്സരത്തിലായിരുന്നു ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു മുസ്ലിംസ് കോഴിക്കോട് കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മുസ്ലിംസിനെ ആക്രമിക്കുകയൊക്കെ ചെയ്തു. സോ അങ്ങനെ ഈ ഒരു പോർച്ചുഗീസുകാരുടെ ആക്രമണം ആ ഒരു കോഴിക്കോട് നാട്ടുകാർ എതിർക്കുകയും ഇവര് പോർച്ചുഗീസുകാരുടെ വ്യാപാരശാല നശിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ പോർച്ചുഗീസുകാരെ ആക്രമിച്ച് വധിക്കാനും അവരെ നശിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയുണ്ടായി. സോ അങ്ങനെയാണ് ഈ ഒരു കാബ്രൽ കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് മാറുന്നത്. ഓക്കെ, സോ കാബ്രൽ അങ്ങനെ കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്കാണ് മാറുന്നത്. അപ്പോൾ കൊച്ചിയിലെത്തുമ്പോൾ കൊച്ചി രാജാവ് അവർക്ക് സ്വീകരണം കൊടുക്കുന്നു. അതുപോലെ തന്നെ കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കാൻ അനുവാദം കൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, സോ അങ്ങനെ കാബ്രൽ കൊച്ചിയിലായിരിക്കുമ്പം കൊല്ലത്തും കണ്ണൂരും അവിടെയും ട്രേഡിങ് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ട്രേഡിങ് പോർച്ചുഗീസുകാർക്ക് പോസിബിൾ ആയിട്ടുണ്ടായിരുന്നു. ഇനി അതിനുശേഷം രണ്ടാമത് വീണ്ടും ഗാമ വരുന്നുണ്ട്. 1502 രണ്ടാമത് വീണ്ടും ഗാമ വന്നത്. ഇപ്രാവശ്യം ഗാമ 5 ദ്വീപിലേക്കാണ് വന്നത്. രണ്ടാമത്തെ പ്രാവശ്യം ഗാമ രണ്ടാമത് വരുന്നത് 1502 5 ദ്വീപിലേക്കാണ് ഗാമ വരുന്നത്. സോ അതിനുശേഷം ഈ ഒരു ഗാമ കോഴിക്കോട് സന്ദർശിക്കുകയും സാമൂതിരിയായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ആ ഒരു സംസാരത്തിൽ വന്നതാണ് ഈ മുസ്ലിംസിനെ, അതായത് കോഴിക്കോട് നഗരത്തിൽ നിന്ന് മുസ്ലിംസിനെ എല്ലാം പറഞ്ഞയക്കണം എന്നൊക്കെ പറഞ്ഞു. സോ അത് ഇവഞ്ച്വലി ഇറ്റ് ലെഡ് ടു എ വാർ ബിറ്റ്വീൻ കാലിക്കറ്റ് ആൻഡ് കൊച്ചിൻ. ഇവഞ്ച്വലി ഈ ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം 1503 സെപ്റ്റംബറിൽ അൽബുക്കർക്കിന്റെ നേതൃത്വത്തിൽ ഒരു പോർച്ചുഗീസ് സേന, നാവികസേന കൊച്ചിയിലെത്തുകയാണ് ഉണ്ടായത്. സോ ഈ ഒരു കൊച്ചിയിലായിരുന്നു പിന്നീട് പോർച്ചുഗീസുകാർ വന്നത്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഈ വ്യാപാരശാല അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ
ദേ ഗോട്ട് റൈറ്റ് ടു ഇറക്റ്റ് എ ഫോർട്ട്. അതായത് കൊച്ചിയിൽ ഒരു കോട്ട കെട്ടാൻ അനുവാദം നൽകുകയാണ് ചെയ്യുന്നത്. അതായത് ഈ കൊച്ചിയിൽ ഇവരുടെ വ്യാപാരശാലകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ ഒരു കോട്ട കെട്ടാൻ കൊച്ചി രാജാവ് അനുവാദം നൽകി. അങ്ങനെ ഈ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ഒന്നാമത്തെ കോട്ടയാണ് ഈ പറയുന്ന മാനുവൽ കോട്ട. ഓക്കെ, ഫോർട്ട് മാനുവൽ. ഓക്കെ, സോ ആ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി വെക്കുക. ഫോർട്ട് മാനുവൽ. അങ്ങനെയാണ് പോർച്ചുഗീസുകാർ കൊച്ചിയിൽ കോട്ട കെട്ടുന്നത്. സോ അങ്ങനെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു പ്രബലമായുള്ള സ്ഥാനം പോർച്ചുഗീസുകാർക്ക് ലഭിക്കുകയുണ്ടായി. സോ അതുകൊണ്ട് തന്നെ അവരുടെ പൊളിറ്റിക്കൽ റൈറ്റ്സ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വൈസ്രോയിനെ നിയമിക്കാൻ വേണ്ടിയിട്ട് രാജാവ് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ നിയമിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ വൈസ്രോയിയാണ് 1505 നിയമിതനായ അൽമേഡ. ഓക്കെ, സോ അൽമേഡ അങ്ങനെ 1505 പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് നിയമിതനാവുകയാണ് ചെയ്യുന്നത്. അഞ്ചുദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി, ഇങ്ങനെ ഈ സ്ഥലങ്ങളിലെല്ലാം ആ സമയത്ത് കോട്ടയുണ്ടായിരുന്നു. സോ ഈ കോട്ടകളെല്ലാം ബലപ്പെടുത്തുകയാണ് ഉണ്ടായത്. പിന്നെ പുതിയ കോട്ടകൾ നിർമ്മിക്കുകയും അങ്ങനെ ചെയ്തു. പുതിയ കോട്ട നിർമ്മിച്ചത് കണ്ണൂര് പുതിയൊരു കോട്ട നിർമ്മിക്കുകയുണ്ടായി. സോ ആ ഒരു കോട്ടയ്ക്ക് ഫോർട്ട് സെയിന്റ് ആഞ്ചലോ എന്ന പേര് നൽകുകയും ചെയ്തു. സോ ഇതുവരെ മെയിൻ ആയിട്ടുള്ള മേജർ ഫോർട്ട്സ് എവിടെയൊക്കെയായിരുന്നു? മേജർ ഫോർട്ട്സ് അഞ്ചുദ്വീപ്, പിന്നെ അതുപോലെ തന്നെ കണ്ണൂർ, മലാക്ക, കൊച്ചി. ഓക്കെ, സോ ഇവിടെയൊക്കെ ചെറിയ കോട്ടമതിലുകൾ ഉണ്ടായിരുന്നു. സോ അത് ബലപ്പെടുത്തുകയും പ്രധാനപ്പെട്ട കോട്ട നമ്മൾ ആദ്യം പറഞ്ഞു ഫോർട്ട് മാനുവൽ കോട്ട സ്ഥാപിച്ചു കൊച്ചിയിൽ. അതുപോലെ തന്നെ സെയിന്റ് ആഞ്ചലോ കോട്ടയും സ്ഥാപിച്ചു. സെയിന്റ് ആഞ്ചലോ കോട്ട കണ്ണൂരാണ്. ഇനി അതിനുശേഷം അൽമേഡയ്ക്ക് ശേഷം വന്ന വൈസ്രോയി ആണ് അൽബുക്കർക്കാണ് അൽമേഡയ്ക്ക് ശേഷം വന്ന വൈസ്രോയി. സോ ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടുകൾ വെട്ടിപ്പിടിക്കുകയും അതുപോലെ തന്നെ നയതന്ത്രം കൊണ്ട് കീഴടക്കുകയും ഇന്ത്യയിൽ ഒരു പോർച്ചുഗീസ് സാമ്രാജ്യം തന്നെ സ്ഥാപിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. സോ ഇങ്ങനെ ഒരു പോർച്ചുഗീസ് കോളനി അല്ലെങ്കിൽ പോർച്ചുഗീസ് സാമ്രാജ്യം, പോർച്ചുഗീസ് എംപയർ ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു അൽബുക്കർക്കിന്റെ ലക്ഷ്യം. അതിനായിട്ട് അദ്ദേഹം 1513 ഡിസംബറിൽ പോർച്ചുഗീസുകാരും സാമൂതിരിയായിട്ട് ഒരു സന്ധി ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു സന്ധിയിലെ വ്യവസ്ഥ അനുസരിച്ച് പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട് അവർ തന്നെ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ഒരു കോട്ട കെട്ടാനും അവരാഗ്രഹിക്കുന്ന പോലെ വാണിജ്യം നടത്താനും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മാറ്റക്കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിൽ കുരുമുളക് വാങ്ങാനും അനുവാദം നൽകപ്പെട്ടു. ഈ ഒരു മാറ്റക്കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ബാർട്ടർ സിസ്റ്റം ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ കോട്ട കെട്ടാൻ അനുവാദം കിട്ടി. അതുപോലെ തന്നെ അവർക്ക് ട്രേഡിങ്ങിനുള്ള ഫ്രീഡം കിട്ടി. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഈ ഒരു കുരുമുളക് വാങ്ങാനുള്ള അധികാരം, മാറ്റക്കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിൽ കുരുമുളക് വാങ്ങാനും അധികാരം നൽകുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കുരുമുളകിന്റെ വില കൊച്ചിയിലെ നിരക്കിൽ ആയിരിക്കണം ചെയ്യുക എന്നും ഈ ഒരു ഉടമ്പടിയിൽ വ്യവസ്ഥ ഉണ്ടായിരുന്നു. സോ അതാണ് ഈ ഒരു അൽബുക്കർക്ക് സൈൻ ചെയ്ത ട്രീറ്റി ഓഫ് 1513. സോ ഈ ഒരു അൽബുക്കർക്ക് നല്ലൊരു ഭരണാധികാരി കൂടിയായിരുന്നു. അദ്ദേഹം കുറെ അധികം റിഫോംസ് നടപ്പിലാക്കിയുണ്ടായി. സോ അദ്ദേഹം റിഫോംസിൽ പ്രധാനമായിട്ടും അദ്ദേഹം ചെയ്തത് ഇന്ത്യക്കാരെ സ്വന്തം ചൈനയിൽ ചേർത്തുകൊണ്ട് യൂറോപ്യൻ മാതൃകയിൽ ഒരു പരിശീലനം അവർക്ക് നൽകിയുണ്ടായി. സോ ദേ എൻലിസ്റ്റഡ് ഇന്ത്യൻസ് ഇൻ ദ ആർമി ആൻഡ് പ്രൊവൈഡഡ് ദം ട്രെയിനിങ് ഇൻ യൂറോപ്യൻ മെത്തേഡ്സ്. അപ്പോൾ യൂറോപ്യൻ മാതൃകയിലാണ് ഇവർക്ക് ട്രെയിനിങ് നൽകിയത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ബ്രിട്ടീഷുകാരുടെ സമയത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇന്ത്യൻസിന് പരിശീലനം കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും പുതിയ നാണയങ്ങൾ കൊണ്ടുവരികയും അതുപോലെ തന്നെ അബോളിഷൻ ഓഫ് സതി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, സതി നിരോധിക്കുകയും ചെയ്തു. അപ്പോൾ വിദ്യാലയങ്ങൾ, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ അവർ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പോർച്ചുഗീസുകാർ. അപ്പോൾ പുതിയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും നാണയ പരിഷ്കാരങ്ങൾ, ഫ്രഷ് കോയിനേജ് സിസ്റ്റംസ് അതൊക്കെ കൊണ്ടുവരികയും അതുപോലെ തന്നെ സതി നിരോധിക്കുകയും ചെയ്തു. ഇനി അദ്ദേഹം കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോളിസിയാണ് മിക്സഡ് കോളനി സിസ്റ്റം. അപ്പോൾ മിക്സഡ് കോളനി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അദ്ദേഹം പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ ഇങ്ങനെ ഈ ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക വഴിയായിട്ട് ഒരു പുതിയ ജനവർഗത്തെ സൃഷ്ടിക്കാമെന്ന് കരുതിയായിട്ടാണ് ഇവർ ഈ ഒരു മിക്സഡ് കോളനി പോളിസി ഫോളോ ചെയ്തത്. ഓക്കെ, സോ അങ്ങനെ ഈ ഒരു മിക്സഡ് കോളനി ഫോളോ ചെയ്ത ഒരു വ്യക്തിയാണ് അൽബുക്കർക്ക്. സോ അദ്ദേഹം ഇത് ഫോളോ ചെയ്തെങ്കിലും പക്ഷേ ഈ ഒരു നയം വളരെ അധികം ആയിട്ട് പരാജയപ്പെടുകയാണ് ചെയ്തത്. സോ അത് നമ്മൾ പിന്നീട്
കാണുകയുണ്ടായി. സോ മിക്സഡ് കോളനി സിസ്റ്റം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അത് പോർച്ചുഗീസുകാരുടെ ഒരു അധപതനത്തിനുള്ള അല്ലെങ്കിൽ പതനത്തിനുള്ള ഒരു കാരണമാകുകയും ചെയ്തു. സോ പോർച്ചുഗീസുകാരുടെ ഡിക്ലൈൻ്റെ റീസൺസ് നമ്മൾ ഇനി അടുത്തതിൽ നമ്മൾ പറയുന്നതായിരിക്കും. സോ അൽബുക്കർക്ക് ചെയ്ത പ്രധാനപ്പെട്ട റിഫോംസ്. ഓക്കെ, ദെൻ ഹി ഓൾസോ മെയ്ഡ് എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ഓക്കെ, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എഫിഷ്യൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. പ്രധാനമായിട്ടും കറപ്റ്റായിട്ടുള്ള നേതാക്കളെ ചെക്ക് ചെയ്യുകയും അഴിമതിക്കാരായിട്ടുള്ള പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ ഉന്മൂലനം ചെയ്യുകയും അവരുടെ എന്താ പറയുക സ്വകാര്യ വാണിജ്യം നിർത്തലാക്കുകയൊക്കെ ചെയ്തതും ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഇദ്ദേഹം പ്രധാനമായിട്ടും ചെയ്ത എന്തൊക്കെയാണ്? എൻലിസ്റ്റഡ് ഇന്ത്യൻസ്, ദെൻ പ്രൊവൈഡഡ് ദം വിത്ത് പ്രോപ്പർ ട്രെയിനിങ്, ദെൻ എഡ്യൂക്കേഷൻ, ഫ്രഷ് കോയിനേജ് സിസ്റ്റം, അബോളിഷൻ ഓഫ് സതി, ദെൻ ദേ ഓൾസോ ലുക്ക്ഡ് ആഫ്റ്റർ ദ എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. പിന്നെ അതുമാത്രമല്ല മിക്സഡ് കോളനി പോളിസി ഫോളോ ചെയ്യുകയുണ്ടായി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു അൽബുക്കർക്കിൻ്റെ പിൻഗാമികൾ എന്ന് പറയുമ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ആരും തന്നെ ഇല്ല. ഇനി ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു ആൾക്കാരാണ് കുഞ്ഞാലി മരക്കാർസ്. അപ്പോൾ കുഞ്ഞാലിമാർ സാമൂതിരിമാരുടെ പോരാളികളായിരുന്നു. ദേ ആർ അഡ്മിറൽസ് ഓഫ് കാലിക്കട്ട് ഫ്ലീറ്റ്സ്. അപ്പോൾ സാമൂതിരിമാരുടെ പോരാളികളായിരുന്നു. അവർ കൊച്ചി വിട്ട് സാമൂതിരിയുടെ നാട്ടിലെ പൊന്നാനിയിൽ ആണ് നിന്നത്. സോ നാവികപ്പടയുടെ നായകന്മാരാവുകയാണ് ചെയ്തത്. ഓക്കെ, സോ അതിൽ ആദ്യത്തെ വ്യക്തിയാണ് കുട്ടിയല്ലി. ഓക്കെ, 1524 അദ്ദേഹത്തിന് ഈ ഒരു നാവികപ്പടയുടെ ചുമതല ലഭിക്കുന്നത്. സോ അദ്ദേഹം ഒരു ഹിറ്റ് ആൻഡ് റൺ ടാക്ടിക്സ് ആണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. അതായത് അടിച്ചിട്ട് കടന്നു കളയുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു സ്ട്രാറ്റജി. ഇനി ഈ ഒരു 1529 ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 1529 പുതിയൊരു വൈസ്രോയി വന്നു, നിനോ ഡ കുൻഹ. ഓക്കെ, സോ ഇദ്ദേഹമാണ് ഗോവയിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്ത ആള്, നിനോ ഡ കുൻഹ. സോ ഇദ്ദേഹം കേരളത്തിൽ ഒരു കാര്യം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലിയത്ത് ഒരു കോട്ട കെട്ടി അവിടെ പോർച്ചുഗീസ് സൈന്യങ്ങളെ പാർപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ചാലിയം കോട്ട, അപ്പോൾ ചാലിയത്ത് ഫോർട്ട്, ചാലിയം ഫോർട്ട് അപ്പോൾ അത് ബിൽഡ് ചെയ്തത് നിനോ ഡ കുൻഹയുടെ കീഴിലായിരുന്നു. അപ്പോൾ ഈ ഒരു ചാലിയം ഫോർട്ടിന് ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലിയം കൈവശമായതുകൊണ്ട് പോർച്ചുഗീസുകാർക്ക് സാമൂതിരിയുടെ കപ്പൽപ്പടയെ അല്ലെങ്കിൽ കടൽപ്പടയെ ആക്രമിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ്, ചാലിയം ഫോർട്ടിനെ പറയുന്ന പേരാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി പോലെയായിരുന്നു ചാലിയം കോട്ട എന്നായിരുന്നു പറയുന്നത്. ഓക്കെ, സോ 1531 ചാലിയം ഫോർട്ട് ബിൽഡ് ചെയ്തത്. 1531 ചാലിയം ഫോർട്ട് ബിൽഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ചാലിയം ഫോർട്ട് പോർച്ചുഗീസുകാരുടെ ഒരു കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു ട്രീറ്റി ഓഫ് 1540 അതായത് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ് ചെയ്തത്. 1540 ജനുവരിയിലായിരുന്നു പോർച്ചുഗീസുകാരുമായിട്ട് സാമൂതിരി ഒരു സന്ധി ഉണ്ടാക്കുന്നത്. സോ ഈ ഒരു ട്രീറ്റി അനുസരിച്ച് സാമൂതിരി തൻ്റെ രാജ്യത്തുണ്ടാകുന്ന കുരുമുളക് കൊച്ചിയിലെ വില നിരക്കിൽ പോർച്ചുഗീസുകാർക്ക് നൽകണം എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ഈ ട്രീറ്റിയിലെ ഒരു വ്യവസ്ഥ. ഇനി രണ്ടാമത്തെ മറ്റൊരു വ്യവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദ്ര സഞ്ചാരത്തിൽ അറബി കപ്പലുകൾക്ക് പോർച്ചുഗീസുകാരുടെ ഒരു പാസ് ചീട്ട് വേണം എന്നതായിരുന്നു മറ്റൊരു വ്യവസ്ഥ. അപ്പോൾ ഈ രണ്ട് വ്യവസ്ഥകൾ പ്രധാനമായിട്ടും ഈ ഒരു ട്രീറ്റി ഓഫ് 1540 ഉണ്ടായിരുന്നു. ഇനി തിരിച്ച് സാമൂതിരി കേരളത്തിലെ മറ്റ് രാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഒരു പോളിസി ഓഫ് നോൺ ഇന്റർഫറൻസ്, നിഷ്പക്ഷത പാലിക്കണം എന്നും ഈ ഒരു സന്ധിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ട്രീറ്റി പ്രകാരമാണ് കോഴിക്കോട് തുറമുഖത്തെ വ്യാപാരം മൊത്തം ഒരു പോർച്ചുഗീസുകാരുടെ ഒരു മൊണോപ്പൊളി അല്ലെങ്കിൽ കുത്തകയായി മാറുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ഫാൾ ഓഫ് ചാലിയമാണ്. 1571 ഇത് സംഭവിക്കുന്നത്. അതായത് സാമൂതിരി ചാലിയം കോട്ട പിടിക്കുന്നു. ആ സമയത്ത് കുഞ്ഞാലി 2 സാമൂതിരിയുടെ ഒരു നാവികൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഇനി 1571 സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരുടെ ചാലിയം കോട്ട വളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാലിയം ഫോർട്ടിന്റെ പതനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞാലിമാർ വളരെയധികം ശക്തി പ്രാപിക്കുന്നത് ചാലിയം കോട്ടയുടെ പതനത്തിന് ശേഷമാണ്. അതായത് ചാലിയത്ത് നിന്ന് പോർച്ചുഗീസുകാരെ പുറത്താക്കിയതിന് ശേഷം എന്താ സംഭവിച്ചത്? കുഞ്ഞാലിമാർ വളരെയധികം ശക്തരായി. അപ്പോൾ മരക്കാർ കുടുംബത്തിലെ പ്രധാനിയായിട്ട് ഉണ്ടായിരുന്ന കുഞ്ഞാലി മൂന്നാമൻ അദ്ദേഹം കോട്ടയ്ക്കൽ എന്ന് പറഞ്ഞാൽ പുതുപട്ടണം എന്ന സ്ഥലത്താണ് ഒരു കോട്ട കെട്ടുകയുണ്ടായി. അപ്പോൾ സാമൂതിരിയുടെ അനുവാദത്തോടു കൂടിയാണ് ഈ ഒരു കോട്ട കെട്ടുന്നത്. അതിന് മരക്കാർ കോട്ട എന്നാണ് പേര് വെച്ചിരുന്നത്. അപ്പോൾ കോട്ടയ്ക്കലാണ് ഈ ഒരു മരക്കാർ കോട്ട ഉള്ളത്. സോ അങ്ങനെ കുഞ്ഞാലിമാർ വളരെയധികം ശക്തരാവുകയാണ് ചെയ്യുന്നത്. ഇനി 1586 89 2 പ്രധാനപ്പെട്ട നാവിക യുദ്ധങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈ 2 നാവിക യുദ്ധങ്ങളിലും കുഞ്ഞാലിമാർ പോർച്ചുഗീസുകാരെ ദയനീയമായി പരാജയപ്പെടുത്തുന്നതായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ
1595 കുഞ്ഞാലി മരക്കാർമാരുടെ തലവനാവുകയാണ് ചെയ്യുന്നത്. സോ ഇദ്ദേഹം മുസ്ലിങ്ങളുടെ രാജാവ്, അതുപോലെ തന്നെ ഇന്ത്യൻ സമുദ്രത്തിന്റെ അതിനായകൻ, ലോർഡ് ഓഫ് ദി ഇന്ത്യൻ സീസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കിങ് ഓഫ് മൂർസ്, അതായത് മുസ്ലിങ്ങളുടെ രാജാവ്, അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അതിനായകൻ, ഇങ്ങനെയൊക്കെയായിരുന്നു. അദ്ദേഹം വളരെ ശക്തനായിട്ടുള്ള ഒരു കപ്പൽ പടയാളി ആയിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പേരുകളിലൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ കുഞ്ഞാലി നാലാമനെ 1600-ലാണ് പോർച്ചുഗീസുകാർ പിടികൂടുന്നത്. സോ പോർച്ചുഗീസുകാർ പിടികൂടി, അങ്ങനെയാണ് ഈ കുഞ്ഞാലിമാരുടെ അന്ത്യം വരുന്നത്. ഓക്കെ, പക്ഷേ കുഞ്ഞാലിമാര് കുഞ്ഞാലിമാരുടെ പതനം പോർച്ചുഗീസുകാരുടെ ഈ ഒരു നില വീണ്ടെടുക്കാൻ അവരെ സഹായിച്ചൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരുടെ ഒരു ടൈം പീരീഡ് കേരളത്തിൽ പതുക്കെ ഇല്ലായ്മ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം, അതായത് ഡിക്ലൈൻ ഓഫ് പോർച്ചുഗീസുകാരുടെ പതനത്തിന് ഡിഫറൻ്റ് ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അവരുടെ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ്. വളരെ കറപ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു പോർച്ചുഗീസുകാർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് മാത്രമല്ല, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡച്ചുകാരുടെ കാര്യം പറയുകയാണ്. അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഡച്ചുകാർ കേരളത്തിൽ ഒരു പ്രസൻസ് ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. സോ അങ്ങനെയുള്ള യൂറോപ്യൻ ശക്തികളുടെ ഒരു പ്രസൻസും ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗീസുകാരുടെ പതനത്തിന് കാരണമാക്കിയാണ് ചെയ്തത്. സോ പോർച്ചുഗീസുകാരുടെ ഡിക്ലൈനുള്ള ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ അറൈവൽ ഓഫ് ഡച്ച് ആണ്. അപ്പം ഡച്ചുകാരുടെ ഒരു രംഗപ്രവേശം, ശരിക്കും പറഞ്ഞാൽ അവർ ഡച്ചുകാർ ആദ്യം 1658 പോർച്ചുഗീസുകാർക്ക് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന താവളങ്ങൾ ഡച്ചുകാർ പിടിച്ചടക്കുകയും അതുപോലെ തന്നെ കൊല്ലം, കൊടുങ്ങല്ലൂർ, പുറക്കാട്, കൊച്ചി, കണ്ണൂർ ഇവയെല്ലാം പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ഡച്ചുകാർ പിടിച്ചടക്കുകയാണ് ഉണ്ടായത്. ഇനി 1663 ആയപ്പോഴത്തേക്കും പോർച്ചുഗീസുകാർ മൊത്തത്തിൽ ഒരു കേരളത്തിൽ നിന്നും ഡിക്ലൈൻ ആവുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇവരുടെ ഇനീഷ്യൽ സക്സസിന്റെ റീസൺ എന്തായിരുന്നു? ഇനീഷ്യൽ സക്സസിന്റെ പ്രധാനപ്പെട്ട റീസൺ അവരുടെ നേവൽ സുപ്രീമസി തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ നാട്ടുരാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ യൂറോപ്യന്മാർക്ക് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും അതുപോലെ തന്നെ സുപ്പീരിയോറിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഡച്ചുകാരും അതിനുശേഷം ഇംഗ്ലീഷുകാരും വന്നപ്പോഴത്തേക്കും ഈ ഒരു നേവൽ സുപ്രീമസി ഒക്കെ ഇല്ലാണ്ടാവുകയാണ് ചെയ്തത്. കുറച്ചു കാലത്തേക്ക് അവരുടെ ഈ ഒരു ശക്തി കാണിക്കാമെന്ന് മാത്രമേ ഇത് ഉപയോഗിച്ചുള്ളൂ. ഇനി രണ്ടാമത്തെ പ്രധാന റീസൺ, അതായത് പോർച്ചുഗീസുകാരുടെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിലിയർ ടു എസ്റ്റാബ്ലിഷ് ആൻ എഫിഷ്യൻറ്റ് സിസ്റ്റം ഓഫ് ഗവൺമെന്റ്, അല്ലെങ്കിൽ ഒരു എഫിഷ്യൻറ്റ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ കീപ്പ് ചെയ്യുന്നതിൽ പോർച്ചുഗീസുകാർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കാരണം പ്രധാനമായിട്ടും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീഡി, കറപ്റ്റ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് ഓഫീസേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഓഫീസേഴ്സ് കാരണമാണ് ഇവരുടെ ഒരു പതനം ഏറ്റവും ശക്തി പ്രാപിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ കറപ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദേ ലാക്ഡ് ആൻ ഇൻഹറന്റ് മിലിറ്ററി സ്ട്രെങ്ത്, അവർക്ക് ഒരു ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി സ്ട്രെങ്ത് കുറവായിരുന്നു. അവരുടെ കോട്ടകൾ ആൾബലമില്ലായിരുന്നു, അതുപോലെ തന്നെ ഇൽ എക്വിപ്ഡ് ആയിരുന്നു. അപ്പം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം അവരുടെ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഒരു പ്രശ്നങ്ങളായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. ഇനി അതുകൂടാതെ സ്വകാര്യ വാണിജ്യത്തിൽ ഏർപ്പെടുകയും പ്രൈവറ്റ് ട്രേഡ് ഈ ഓഫീസേഴ്സ് എല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു പോർച്ചുഗീസുകാർക്ക് പാസുകളൊക്കെ കിട്ടുകയുണ്ടായെന്ന് പറഞ്ഞു. അതിനൊക്കെ വൈഡായിട്ട് മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. സോ ദേ ഹാഡ് റിസോർട്ടഡ് ടു പ്രൈവറ്റ് ട്രേഡ്. അപ്പോൾ ഈ ഒരു സ്വകാര്യ വാണിജ്യത്തിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ എന്താ പറയുക, അവരുടെ കീശ എങ്ങനെയും നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ സ്വന്തം കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു എംപയർ ബിൽഡിങ്ങിലേക്ക് തിരിയാതെ, അല്ലെങ്കിൽ ഒരു എംപയർ ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാതെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി തിരിഞ്ഞതാണ് ഏറ്റവും വലിയ ഒരു അബദ്ധമായിട്ട് പോർച്ചുഗീസുകാരുടെ ഒരു ഭരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി പോർച്ചുഗീസുകാരുടെ പീരീഡിനെ പറ്റി പറയുമ്പോൾ അവരുടെ റിലീജിയസ് പോളിസീസും പറയേണ്ടതാണ്. ഇപ്പോൾ റിലീജിയസ് പോളിസീസ് തീർച്ചയായിട്ടും വളരെയധികം ഇൻടോളറൻ്റ് ആയിട്ടുള്ള റിലീജിയസ് പോളിസീസ് ആയിരുന്നു ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ബേസ്ഡ് ഓൺ ലിബറൽ ആൻഡ് എൻലൈറ്റൻ പ്രിൻസിപ്പിൾസ്, റാദർ വളരെയധികം ഇടുങ്ങിയ ചിന്താഗതിയോട് കൂടിയിട്ടുള്ള ഒരു റിലീജിയസ് പോളിസീസ് ആണ് ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പോർച്ചുഗീസുകാർ നമുക്കറിയാം മതപരമായിട്ട് ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ അവർ മുസ്ലിങ്ങൾക്കെതിരെയായിരുന്നു. സോ ദേ ഹാഡ് എ പ്രൊപ്പഗണ്ട, ആൻറ്റി മുസ്ലിം പ്രൊപ്പഗണ്ട ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. സോ ഈ ഒരു അതിന് വേണ്ടിയിട്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ മുസ്ലിംസിനെ അടിച്ചമർത്തുക, അതുപോലെ തന്നെ നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൂടുതൽ കൊണ്ടുവരിക, അവരെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള കൺവേർഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു പോർച്ചുഗീസുകാർ മുൻഗണന കൊടുക്കുകയാണ് ചെയ്തത്. മറ്റു മതങ്ങളുള്ള അവരുടെ സമീപനം വളരെ നീചമായിരുന്നു. കാരണം അവർ കൊള്ളയടിക്കുകയും അതുപോലെ തന്നെ അമ്പലങ്ങൾ നശിപ്പിക്കുകയും മുസ്ലിം പള്ളികളൊക്കെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തു. മുസ്ലിങ്ങളെ വലിയ രീതിയിൽ കൊന്നൊടുക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി പോർച്ചുഗീസുകാർ.
അപ്പോൾ ഈ ഒരു റിലീജിയസ് പോളിസിയും അവരുടെ അധപതനത്തിന് കാരണമായി. കാരണം അവർക്കൊരു സപ്പോർട്ട് ഇല്ലാതെ ആവുകയാണ് ചെയ്തത്. ഇവരുടെ ഈ ഒരു കൊള്ളയടികളെ പറ്റി ഷെയ്ഖ് ഷൈനുദ്ദീന്റെ തുഫാക്കുൾ മുജാഹിദീൻ എന്നുള്ള ഒരു റൈറ്റപ്പിൽ പറയുന്നുണ്ട്. തുഫാത്ത് ഉൾ മുജാഹിദീൻ. ഓക്കെ, സോ ഇറ്റ് വാസ് കമ്പൈൽഡ് ബൈ ഷെയ്ഖ് സൈനുദ്ദീൻ. സോ ഇതിൽ ഇദ്ദേഹം പോർച്ചുഗീസുകാരുടെ ഈ ഒരു റിലീജിയസ് പോളിസിയും, ഇൻടോളറൻ്റ് ആയിട്ടുള്ള റിലീജിയസ് പോളിസിയും, അതുപോലെ തന്നെ അമ്പലങ്ങളും പള്ളികളും, മുസ്ലിം പള്ളികളൊക്കെ കൊള്ളയടിക്കുകയും അതുപോലെ തന്നെ വലിയ തോതിൽ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി അതുകൂടാതെ ഈ ഒരു മിഷനറിമാരുടെ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം പ്രധാനമായിട്ടും ഈ ക്രിസ്ത്യൻസ്, നേറ്റീവ് പോപ്പുലേഷനിൽ ക്രിസ്ത്യൻസ് വളരെയധികം പ്രിവിലേജസ് എൻജോയ് ചെയ്തിരുന്നു ഈ ഒരു പോർച്ചുഗീസുകാരുടെ കീഴിൽ. അങ്ങനെ ഈ ഒരു ഇവരുടെ റിലീജിയസ് പോളിസി എന്ന് പറഞ്ഞാൽ ഹൈലി ഇൻടോളറൻ്റ് ആയിട്ടുള്ള ഒരു റിലീജിയസ് പോളിസിയാണ് ഇവർ പ്രധാനമായിട്ടും ഫോളോ ചെയ്തിരുന്നത്. സോ ഇതും ഇവരുടെ ഒരു പതനത്തിന് കാരണമാവുകയുണ്ടായി. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ പോർച്ചുഗീസുകാരുടെ വരവ് കൊണ്ടുണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. എഫക്ട്സ് ഓഫ് പോർച്ചുഗീസ് കോണ്ടാക്ട്. അതായത് പോർച്ചുഗീസുകാരുടെ വരവ് കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു പൊളിറ്റിക്കൽ ഡിസ്യൂണിറ്റിയാണ്. പൊളിറ്റിക്കൽ ഡിസ്യൂണിറ്റി, അതായത് ഇവിടെ ഒരു നാട്ടുരാജാക്കന്മാരുടെ ഇടയിൽ ഒരു യൂണിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അത് ഈ ഒരു പോർച്ചുഗീസുകാരുടെ വരവോട് കൂടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ തമ്മിൽ ശത്രുതയായി. പ്രധാനമായിട്ടും സാമൂതിരി, അതുപോലെ തന്നെ കൊച്ചി, ഇവർ തമ്മിലുള്ള ഒരു ശത്രുത വളരെയധികം ഗണ്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇനി പോർച്ചുഗീസുകാർ ഇതിനിടയ്ക്ക് കുറെ കളികളൊക്കെ കളിച്ചതിന് ശേഷം ഇവരുടെ ഈ ഒരു ബാൽക്കനൈസേഷൻ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് മാറുകയാണ് ചെയ്തത്. ബാൽക്കനൈസേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ആയിട്ട് വിഭജിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ബാൽക്കനൈസേഷൻ എന്നുള്ളത് അർത്ഥമാക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു പൊളിറ്റിക്കൽ ഡിസ്യൂണിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്ന മലബാർ റീജിയനിലാണ്. അപ്പം ഈ ഒരു മലബാർ റീജിയനിലെ ഈ ഒരു സ്ഥിരതയായിട്ടുള്ള ഒരു രാജഭരണം അല്ലെങ്കിൽ ഒരു ഭരണം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെയാണ് പിന്നീടുള്ള കാലങ്ങളിൽ മൈസൂർ രാജാക്കന്മാർ മലബാർ പിടിച്ചടക്കുകയും പിന്നീട് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതേസമയം കൊച്ചിയിലും തിരുവിതാംകൂറിലും ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെറിയ മേഖലകളിലാണെങ്കിൽ പോലും അവിടെ ഒരു നാട്ടുരാജാക്കന്മാരുടെ പ്രസൻസ് ഗണ്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ മലബാറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇനി മറ്റൊരു ഇഫക്റ്റ്, പോർച്ചുഗീസുകാരുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ മറ്റൊരു ഇഫക്റ്റ് ചേഞ്ചസ് ഇൻ ഇക്കണോമിക് ഫീൽഡാണ്. അവരുടെ ഒരു ഇക്കണോമിക് മേഖലയിൽ സാമ്പത്തിക കാര്യങ്ങളിലുള്ള ഒരു ഇതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും യൂറോപ്യനൈസേഷൻ ഓഫ് ട്രേഡ്, അതായത് നമ്മുടെ വാണിജ്യ ബന്ധങ്ങളെല്ലാം തന്നെ യൂറോപ്യന്മാരുമായിട്ടുള്ള രീതിയിലായിപ്പോയി. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അറേബ്യൻ അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ നാടുകളൊക്കെ ആയിട്ട് നമുക്ക് വളരെ ലോങ് ആയിട്ടുള്ള ഒരു ട്രേഡ് കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കണക്ഷനിലെല്ലാം കംപ്ലീറ്റ്ലി ഡിസിൻറ്റഗ്രേറ്റ് ആവുകയാണ് പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി. അപ്പോൾ അങ്ങനെ യൂറോപ്യനൈസേഷൻ ഓഫ് ട്രേഡ്, ഇന്ത്യയിലുള്ള വാണിജ്യം അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള വാണിജ്യ കാര്യങ്ങളും അതുപോലെ തന്നെ ട്രേഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ യൂറോപ്യനൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പുതിയ കുറേ പ്രൊഡക്ട്സ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഫോർ എക്സാമ്പിൾ കാഷ്യൂനട്ട്, ദെൻ ടൊബാക്കോ, അതുപോലെ തന്നെ കസ്റ്റാർഡ് ആപ്പിൾ, അതുപോലെ തന്നെ ഗുവ, പൈനാപ്പിൾ, പപ്പായ, ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും കേരളത്തിലെ സ്പൈസസ്, ഫോർ എക്സാമ്പിൾ പെപ്പർ, കാർഡമം, സിന്നമൺ, ജിഞ്ചർ, ഇങ്ങനെയുള്ള കേരളത്തിലെ സ്പൈസസ് യൂറോപ്യൻ മാർക്കറ്റ്സിൽ പോപ്പുലറൈസ് ചെയ്യുകയാണ് ചെയ്തത്. കോക്കനട്ട് കൾട്ടിവേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കോക്കനട്ട് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട്, അതുവരെ ഒരു ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കോക്കനട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ കയർ ഓൾസോ ബിക്കെയിം ആൻ ചീഫ് ഐറ്റം ഓഫ് എക്സ്പോർട്ട് ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ടൈം. ഇനി അതുകൂടാതെ ദേ ഓൾസോ ഇൻട്രൊഡ്യൂസ് ഗൺ പൗഡർ. ഈ ഒരു ഗൺ പൗഡർ, പീരങ്കിയൊക്കെ നമുക്കറിയാം, പോർച്ചുഗീസുകാരെ പീരങ്കിപ്പട എന്നാണ് വിളിക്കുന്നത്. സോ ഗൺ പൗഡർ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതും പോർച്ചുഗീസുകാരാണ്. സോ കേരളത്തിലെ അന്നത്തെ ഫൈറ്റേഴ്സ് ആരായിരുന്നു? നായർ കമ്മ്യൂണിറ്റി ആയിരുന്നു. സോ അവർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാളും പരിചയമൊക്കെ വെച്ചിട്ടാണ് അവർ ട്രഡീഷണൽ ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവരുടെ ഇടയിലേക്കാണ് ഈ ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു ഗൺ പൗഡറും അതുപോലെ തന്നെ തോക്കും പീരങ്കിയും അങ്ങനെയുള്ള മുതലായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെപ്പൺറി പോർച്ചുഗീസുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഇനി പോർച്ചുഗീസുകാരുടെ കാര്യം കൊണ്ട് സൊസൈറ്റൽ ആയിട്ടുള്ള ചേഞ്ചസും നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും ക്രിസ്ത്യാനിറ്റിയുടെ ഒരു സ്പ്രെഡാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ സ്പ്രെഡും അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി അതുവരെ അറബിയൻസ് കേരളത്തിൽ ആയിട്ട് വാണിജ്യം ചെയ്തുകൊണ്ട് അവരുമായിട്ടുള്ള വാണിജ്യത്തിലൂടെ മുസ്ലിംസ് വളരെയധികം റിച്ച് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയായി മാറിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു റിച്ച് ആൻഡ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്നും അവർ ശരിക്കും പറഞ്ഞാൽ അധപതിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പോർച്ചുഗീസുകാരാണ്. ഈ ഒരു പ്രോമിനൻസിൽ നിന്നും ട്രേഡ് ആൻഡ് കൊമേഴ്സ്, കാരണം ഈ മുസ്ലിംസ് ചെയ്യുന്ന വാണിജ്യ കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യാപാര കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതും സൊസൈറ്റൽ ചേഞ്ചാണ്. അതിനുശേഷം ഈ ക്രിസ്ത്യാനിറ്റീനെ വളരെയധികം പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ക്രിസ്ത്യാനിറ്റി അഡോപ്റ്റ് ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രിവിലേജസ് പോർച്ചുഗീസുകാർ വാഗ്ദാനം ചെയ്തു. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് സൊസൈറ്റിയിൽ നൽകുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് ആൾക്കാർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ആവുന്ന ഒരു രീതിയും നമുക്ക് കാണാൻ സാധിക്കും. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ഇമ്പാക്ട് ഈസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ എഫക്ട്സ്. അപ്പോൾ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒരുപാട് സ്കൂൾസ് ആൻഡ് കോളേജസ് അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോർച്ചുഗീസുകാർ സ്ഥാപിക്കുകയുണ്ടായി. ഇനി മതം പഠിക്കാൻ വേണ്ടിയിട്ട് തിയോളജിക്കൽ സെമിനാരീസ് സ്ഥാപിച്ചു. അതുപോലെ തന്നെ കോളേജുകൾ സ്ഥാപിച്ചു. കോളേജുകൾ എന്ന് പറയുമ്പോൾ കൊച്ചി, കണ്ണൂർ, ദെൻ അങ്കമാലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കോളേജുകൾ സ്ഥാപിച്ചു. തിയോളജിക്കൽ സെമിനാരീസ് ഉൾപ്പെടുന്ന കോളേജുകളാണ് ഫോർ ദ പർപ്പസ് ഓഫ് ട്രെയിനിങ് ക്രിസ്ത്യൻ പ്രീസ്റ്റ്. അപ്പോൾ ഇവരുടെ മതം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സെമിനാരികൾ സ്ഥാപിച്ചു. ഈ ഒരു സെമിനാരികളിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇവരുടെ ഒരു മതപഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അതുകൂടാതെ ഇൻഡോളജിക്കൽ സ്റ്റഡീസ് ഇന്ത്യനൈസ്ഡ് സ്റ്റഡീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് യൂറോപ്യൻ റിസർച്ചേഴ്സ് ഗവേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഗവേഷകർ ഇന്ത്യയിൽ വരികയുണ്ടായി. ഇനി ഇന്ത്യയിൽ വന്ന ഒരു പ്രധാന വ്യക്തിയാണ് സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ. അപ്പോൾ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ ഇന്ത്യയിൽ വന്നു. അദ്ദേഹം ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ വന്നത്. സോ അദ്ദേഹത്തിൻ്റെ ശവകുടീരം നമുക്കറിയാം ഇപ്പോൾ ഗോവയിലാണ്. ഇനി അതുകൂടാതെ പോർച്ചുഗീസ് സെറ്റപ്പ് പ്രിന്റിംഗ് പ്രസ് അറ്റ് കൊച്ചിൻ, ദെൻ വൈപ്പിക്കോട്ട, ഈ സ്ഥലങ്ങളിലെല്ലാം പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ചു. ഇനി അതുകൂടാതെ കഥകളിയുടെ ഒരു ക്രിസ്ത്യൻ കൗണ്ടർ പാർട്ടായിട്ടുള്ള ചവിട്ടുനാടകം പോലുള്ള സാമൂഹിക കാര്യങ്ങളും സ്ഥാപിക്കുകയുണ്ടായി പോർച്ചുഗീസുകാരുടെ ഒരു ടൈം പീരീഡിൽ. അപ്പോൾ ഇങ്ങനെ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ഫീൽഡിൽ സാമുദായികപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം പോർച്ചുഗീസുകാരുടെ ഒരു ഇൻഫ്ലുവൻസ് നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. സോ ഇത്രയാണ് പ്രധാനമായിട്ടും പോർച്ചുഗീസുകാരുടെ ഒരു ടൈം പീരീഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ പോർച്ചുഗീസുകാരുടെ ഒരു ടൈം പീരീഡിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന അവരുടെ ഒരു ടൈം പീരീഡിലുണ്ടായ അവരുടെ സൊസൈറ്റി കംപ്ലീറ്റ്ലി ഒരു മാറ്റം ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം കേരള സൊസൈറ്റി അതുവരെ ഉണ്ടായിരുന്ന ഒരു ട്രഡീഷണൽ റൂളിൽ നിന്ന് മാറിയതിന് ശേഷം ഒരു കൂടുതലായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ യൂറോപ്യനൈസ്ഡ് കൈൻഡ് ഓഫ് സ്ട്രക്ചറിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു പോർച്ചുഗീസ് പീരീഡിലുള്ളത്. പോർച്ചുഗീസ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്നാണ് ഡച്ചുകാർ. സോ ഡച്ചുകാരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡച്ച് റൂളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്ന 1592ലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്നത്. കേരളത്തിൽ ഡച്ചുകാരുടെ ഒരു ആധിപത്യം സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1663 പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചടക്കുന്നതോടുകൂടിയാണ് ഡച്ചുകാരുടെ ഒരു ടൈം പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിനു മുന്നേ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്ന 1592ലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വന്ന അഡ്മിറൽ വാൻ റീഡിന്റെ നേതൃത്വത്തിലാണ് ഡച്ച് സംഘം ഇന്ത്യയിലെത്തുന്നത്. ഇനി 1604 സാമൂതിരിയായിട്ട് ഒരു ഉടമ്പടി സൈൻ ചെയ്യുന്നുണ്ട്, ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട് 1604 ഡച്ചുകാരും സാമൂതിരിയായിട്ട്. അപ്പോൾ ഈ ഒരു ഉടമ്പടി പ്രകാരം കോഴിക്കോട് ഡച്ചുകാർക്ക് വാണിജ്യ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാം. അവരുടെ കച്ചവടം, അവരുടെ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് വാണിജ്യശാലകൾ സ്ഥാപിക്കാനും ഈ ഒരു അലയൻസ്, ഈ ഒരു ട്രീറ്റി അനുവാദം കൊടുക്കുകയുണ്ടായി. 1604 ഈ ഒരു ട്രീറ്റി വരുന്നത്. 1625 കോഴിക്കോട് ഒരു ഫാക്ടറി നിർമ്മിക്കാനും അനുവാദം കൊടുക്കുകയുണ്ടായി. ഓക്കെ, സോ ഡച്ചുകാർക്ക് ഒരു ഫാക്ടറി നിർമ്മിക്കാനും അനുവാദം കൊടുക്കുകയുണ്ടായി. ഇതിനിടയിൽ അവർ കൊല്ലം പിടിച്ചടക്കുന്നുണ്ട്. 1658 കൊല്ലം അന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു വാണിജ്യ നഗരമായിരുന്നു കൊല്ലം. അപ്പോൾ അദ്ദേഹം കൊല്ലം പിടിച്ചെടുക്കുന്നത് 1658 ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കുന്നത്. സോ ഈ കൊല്ലം പിടിച്ചടക്കുന്നതോടുകൂടി ഇവർക്ക് ദേ ഗോട്ട് എക്സ്ക്ലൂസീവ് മൊണോപ്പൊളി ഓഫ് ട്രേഡിംഗ് സ്പൈസസ്.
ഓക്കെ, സോ സ്പൈസസ് ട്രേഡിന്റെ ഒരു എക്സ്ക്ലൂസീവ് മൊണോപ്പൊളി ലഭിക്കുകയുണ്ടായി. പോർച്ചുഗീസുകാർ അപ്പോഴത്തേക്കും ഒരുപാട് വീക്കായിരുന്നു. സോ ആ ഒരു സമയത്ത് കൊല്ലം അവർക്ക് പിടിച്ചടക്കിയപ്പോഴത്തേക്കും കൊല്ലം ആ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാണിജ്യ നഗരമായിരുന്നു കൊല്ലം. ആ കൊല്ലം പിടിച്ചടക്കിയതോടുകൂടി അവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു മൊണോപ്പൊളി ലഭിക്കുകയുണ്ടായി സ്പൈസസ് ട്രേഡിൽ. അതിനുശേഷം അവർ 1663 കൊച്ചി പിടിച്ചടക്കുകയാണ് ഉണ്ടായത്. കൊച്ചി രാജാവുമായിട്ട് ഒരു ട്രീറ്റി സൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ കൊച്ചി രാജാവ് ഡച്ചുകാരുടെ കീഴിൽ വെറും ഒരു പപ്പറ്റായി മാറുന്നതാണ് ഈ ഒരു കൊച്ചി രാജ്യം പിടിച്ചെടുത്തതിന് ശേഷം കാണാൻ സാധിക്കുന്നത്. 1664 കണ്ണൂരും അവരുടെ കീഴിലാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കോഴിക്കോട്, അതുപോലെ തന്നെ കൊല്ലം, കൊച്ചി, കണ്ണൂർ, അങ്ങനെ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖലകളെല്ലാം തന്നെ ഡച്ചുകാരുടെ കീഴിലാവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഈ ഡച്ചുകാരുടെ ഒരു സമീപനമാണ്, പോളിസി. അവരുടെ ഒരു പോളിസിനെ പറ്റിയാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കൊച്ചി രാജാവുമായിട്ട് അങ്ങനെ അഡ്മിറൽ വാൻഡ്രീഡ് ഡച്ചുകാരുടെ തലവനായിട്ട് വരുന്നത്, കമാൻഡറായിട്ട് വരുന്നത് 1673 സോ അതിനുശേഷമായിരുന്നു ഡച്ചുകാരുടെ ശക്തി കേരളത്തിൽ നോക്കാൻ കാണുന്നത്. സോ ഹീ ബ്രോട്ട് ലോക്കൽ പവേഴ്സ് അണ്ടർ എഫക്റ്റീവ് പൊളിറ്റിക്കൽ കൺട്രോൾ. അതായത് ഡച്ചുകാരുടെ പൊളിറ്റിക്കൽ കൺട്രോളിന്റെ ഉള്ളിൽ അവിടെയുള്ള ലോക്കൽ പവേഴ്സ്, അതായത് ചെറുകിട നാട്ടുരാജാക്കന്മാരെല്ലാം കൊണ്ടുവന്നു. പ്രധാനമായിട്ടും അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള പാലിയത്തച്ചൻ, ഹി ബിക്കെയിം എ നോമിനി ഓഫ് ദ ഡച്ചുകാരുടെ ഒരു നോമിനി. അത് 1674 ഉണ്ടാക്കിയ ഒരു ഉടമ്പടി പ്രകാരമാണ്. അതായത് ഡച്ചുകാർ നിയമിക്കുന്ന ഒരു ആളെ വേണം ഒരു പാലിയത്തച്ചൻ ആയിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ട് എന്ന് ആണ് ഈ ഒരു വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നത്. സോ ബൈ ഹി ബിക്കെയിം എ നോമിനി ഓഫ് ദ ഡച്ച്. അപ്പോൾ കൊച്ചിയിലെ ഭരണം പ്രധാനമായിട്ടും ഡച്ചുകാരുടെ വഴിയിലൂടെ ആയി. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് വാർ ഓഫ് വെട്ടം സക്സഷൻ ആണ്. വെട്ടം യുദ്ധം 1691. ഈ ഒരു ഇയർ പഠിച്ചു വെക്കുക. അതിനുശേഷം ഡച്ചുകാർ കൊച്ചിയിൽ സ്വീകരിച്ച ഒരു നയം പോളിസി ഓഫ് ഇന്റർവെൻഷൻ ആയിരുന്നു. അതായത് ഡച്ചുകാരുടെ കൊച്ചിയുടെ ചെറിയ ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ ഇന്റർഫെയർ ചെയ്യുന്നു. ഒരു ഫോറിൻ പവറാണ് ഡച്ചുകാരെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സോ ഈ ഒരു ഫോറിൻ പവർ പോളിസി ഇതേ അഡോപ്റ്റഡ് എ പോളിസി ഓഫ് ഇന്റർവെൻഷൻ ടുവേർഡ്സ് കൊച്ചി. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ആഭ്യന്തര കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാജാവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഡച്ച് നോമിനീസ് ആണ്. അപ്പോൾ ഡച്ചുകാരുടെ ഒരു നോമിനി പറയുന്ന പോലെ വേണം രാജാവ് അനുസരിക്കാൻ വേണ്ടി എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നു. അങ്ങനെ രാജാവ് ഒരു ഡച്ചുകാരുടെ ഒരു കംപ്ലീറ്റ് കൺട്രോളിൽ വരുന്ന ഒരു രീതിയായിരുന്നു പോളിസിയായിരുന്നു ഡച്ചുകാർ കൊച്ചിയിൽ ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു കൊച്ചിയുടെ ഒരു ഭരണം അധികാലം നിന്നില്ല. 1795 ഒക്ടോബറിൽ ദേ ഗോട്ട് ഡിഫീറ്റഡ് ടു ബ്രിട്ടീഷേഴ്സ്. അപ്പോൾ ബ്രിട്ടീഷുകാരോട് ഡിഫീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യൂറോപ്പിലെ യുദ്ധം അവസാനിച്ചപ്പോഴത്തേക്കും ഡച്ചുകാർ കൊച്ചി ഉൾപ്പെടെ കേരളത്തിൽ തങ്ങൾക്കുണ്ടായിരുന്ന പ്രദേശങ്ങളെല്ലാം ഇംഗ്ലീഷുകാർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. സോ ഈ ഒരു 1814 ഒരു പാരീസിൽ വെച്ചുള്ള ഒരു ഉടമ്പടി പ്രകാരമാണ് ഈ ഒരു കേരളത്തിലെ ഇവരുടെ സ്ഥലങ്ങളും പ്രദേശങ്ങളും എല്ലാം ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡച്ച് പരാജയം 1814 കൂടി കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡച്ചുകാരുടെ പരാജയത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഓക്കെ, സോ പ്രധാനമായിട്ടും ഒന്ന് തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഒരു ഉയർച്ചയാണ്. അപ്പോൾ നമുക്കറിയാം 1729 മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരികയാണ്. സോ മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ തിരുവിതാംകൂർ സൈനിക ശക്തിയിൽ മികച്ച ഒരു പ്രബല രാജ്യമായിട്ട് ഉയർന്നു വരികയാണ് ചെയ്തത്. സോ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇറ്റ് ബിക്കെയിം എ മേജർ ത്രെറ്റ് ടു ഡച്ച്. അപ്പോൾ ഡച്ചുകാർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു എതിരാളി എന്നുള്ള രീതിയിൽ തിരുവിതാംകൂർ ഉയർന്നു വരികയാണ് ചെയ്തത്. ഇനി തിരുവിതാംകൂർ കൂടാതെ ഡച്ചുകാർക്ക് യൂറോപ്യൻ പവേഴ്സിൽ നിന്നും അവർക്ക് ഒരു എതിരാളികൾ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഫ്രഞ്ച് ദെൻ ബ്രിട്ടീഷുകാർ തുടങ്ങി മറ്റൊരു യൂറോപ്യൻ ശക്തികൾക്ക് അവർക്കും ഒരു ഉയർച്ച ഉണ്ടായി. അപ്പോൾ ഡച്ചുകാരുടെ ഈ ഒരു കേരളത്തിൽ സ്വാധീനം ശരിക്കും പറഞ്ഞ് ഇടിയുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ റൈസ് ഓഫ് നേറ്റീവ് പവേഴ്സ്. അതായത് ഇവിടെയുള്ള ലോക്കൽ രാജാക്കന്മാർ, അതായത് കേരളീയ രാജാക്കന്മാർ പോർച്ചുഗീസുകാർ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വലിയ സൈനിക ശക്തിയായി മാറുകയാണ് ചെയ്തത്. സോ ഇതും ഒരു ഡച്ചുകാർക്ക് ഒരു വലിയൊരു ത്രെറ്റായി മാറുകയാണ് ചെയ്യുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂറോപ്യന്മാർ കേരളത്തിൽ വന്നു. സോ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തദ്ദേശീയ സൈന്യങ്ങൾക്ക് യൂറോപ്യൻ വെസ്റ്റേൺ രീതിയിൽ പരിശീലനം നൽകിയുണ്ടായി. സോ അങ്ങനെ ഇവരുടെ ഒരു സൈനിക ബലം ഉയരുകയാണ് ചെയ്തത്. സോ ഈ ഒരു സൈനിക ബലം ഉയർന്നത് വഴിയായിട്ട് ഡച്ചുകാർക്ക് ഒരു വലിയൊരു എതിർപ്പ് അല്ലെങ്കിൽ അവരെ നേരിടാൻ തക്ക ഒരു സൈന്യമായിട്ട് ഈ നേറ്റീവ് പവേഴ്സ് മാറുകയാണ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഡച്ചുകാർക്ക് അധികം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാതെ വരികയാണ്. ഫോർ എക്സാമ്പിൾ അഡ്മിറൽ ഡിൽനോയ് മാർത്താണ്ഡവർമ്മയുടെ സൈനികർക്ക് പരിശീലനം നൽകുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ കരയിൽ ഇതായിരുന്നു സ്ഥിതിയെങ്കിൽ കടലിൽ ഇംഗ്ലീഷുകാർക്കും ഫ്രഞ്ചുകാർക്കുമായിരുന്നു പ്രധാനമായിട്ടും മേൽക്കൈ ഉണ്ടായിരുന്നത്. സോ ഇതും അവരുടെ ഒരു പതനത്തിന് കാരണമാവുകയാണ് ചെയ്തത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഡച്ചുകാരുടെ പതനം എളുപ്പം സംഭവിച്ചിരുന്നെങ്കിൽ പോലും പോർച്ചുഗീസുകാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ വൈസ്, അതായത് ഭരണപരമായിട്ടും മറ്റുള്ള കാര്യങ്ങളിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെക്കാൾ വളരെ ഉയർന്ന നിലവാരം പുലർത്തിയിരുന്നു. ഇനി അതാണ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഡച്ച് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഡച്ച് അഡ്മിനിസ്ട്രേഷനെ പറ്റി പറയുമ്പോൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു ഡച്ചുകാർ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിലുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും വളരെയധികം മിടുക്കന്മാരും സ്വഭാവശുദ്ധിയുള്ള ആൾക്കാരായിരുന്നു. പോർച്ചുഗീസുകാരെ പോലെ കറപ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരായിരുന്നില്ല, റാദർ വളരെയധികം സ്വഭാവശുദ്ധിയുള്ള ഓഫീസേഴ്സ് ആയിരുന്നു ഈ ഡച്ച് ഭരിച്ചിരുന്നത്. ഇനി ഗവർണർ ജനറൽ ഇൻ കൗൺസിലിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഈ ഒരു ഈസ്റ്റേൺ രാജ്യങ്ങളിലെ ഡച്ച് പ്രദേശങ്ങൾ ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ കൊച്ചി ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കമാൻഡറിന്റെ ഓഫീസ് ഉണ്ടായിരുന്നു. ഒരു ചീഫ് കമാൻഡറും കൗൺസിലുമാണ് ഈ കേരളത്തിലെ സ്ഥലങ്ങളെല്ലാം ഭരിച്ചു വന്നിരുന്നത്. സോ അങ്ങനെ ഒരു ചീഫ് അഡ്മിനിസ്ട്രേറ്റർ കമ്പനിയുടെ വാണിജ്യ കാര്യങ്ങളുടെ മേൽനോട്ടം നടത്തുകയുണ്ടായി. ഇനി കമ്പനി പ്രധാനമായിട്ടും നടത്തിയിരുന്ന കാര്യങ്ങൾ പൊളിറ്റിക്കൽ കാര്യങ്ങൾ നടത്തി, മിലിറ്ററി ആൻഡ് എക്ലേസിയാസ്റ്റിക്കൽ, അതായത് റിലീജിയസ് കാര്യങ്ങളും അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. സോ അങ്ങനെ കേരളത്തിലെ ഡച്ചുകാരുടെ ഭരണപ്രവർത്തനങ്ങൾ പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ സൈനികം, മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ പൗരോഹിത്യ കാര്യങ്ങൾ, ഇങ്ങനെ മൂന്നായിട്ട് കൃത്യമായിട്ട് വിഭജിക്കപ്പെട്ടിട്ടായിരുന്നു ഇവരുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഭരണം പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് പലതരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി കമാൻഡറും കൗൺസിലും ചേർന്നാണ് രാഷ്ട്രീയ കാര്യങ്ങളുടെ ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾ, പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ പ്രധാനമായിട്ടും ചെയ്തിരുന്നത് കമാൻഡറും കമാൻഡറിന്റെ കൗൺസിലും കൂടി ചേർന്നിട്ടായിരുന്നു. ഇനി ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കറപ്ഷൻ ഫ്രീ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ കറപ്ഷൻ ഫ്രീ ആവാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ ദേ ഗോട്ട് റെഗുലർ പേയ്മെന്റ്സ്. അപ്പോൾ പോർച്ചുഗീസുകാരെ പോലെ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാതിരിക്കുന്നൊന്നുമില്ല, റാദർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നതിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പോലെ ആയിരുന്നില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശമ്പളം കൃത്യമായിട്ട് തന്നെ കൊടുത്തു പോന്നു. സോ അവസാന കാലഘട്ടത്തിൽ ഒഴിച്ചാൽ കേരളത്തിലെ ഡച്ചുകാരുടെ സാമ്പത്തിക നില വളരെ ഭദ്രമായിരുന്നു എന്നതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം. സോ ഇങ്ങനെ നല്ലൊരു ഒരു സാലറി ലഭിക്കുന്നതുകൊണ്ട് തന്നെ, ഒരു റെഗുലർ പേയ്മെന്റ് ലഭിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് കറപ്ഷൻ പോലുള്ള മാൽ പ്രാക്ടീസസിൽ ഏർപ്പെടേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി അതുകൂടാതെ റൈറ്റ് ടു പ്രൈവറ്റ് ട്രേഡ്, സ്വകാര്യ വാണിജ്യ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡർക്കും ചീഫ് അഡ്മിനിസ്ട്രേറ്റർക്കും അധികാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററിയാണ് ഡച്ച് അഡ്മിനിസ്ട്രേഷന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പോർച്ചുഗീസുകാരെ പോലെ അച്ചടക്കമില്ലാത്തവരും അല്ലെങ്കിൽ നേരാമണ്ണം ശമ്പളം കിട്ടാത്തവരും ഒന്നും ആയിരുന്നില്ല ഡച്ചുകാർ. കാര്യക്ഷമമായ വിധം ഒതുക്കമുള്ള ഒരു ഡച്ച് സൈന്യം തന്നെയായിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ആയിരുന്നു. അവരുടെ മൊത്തത്തിൽ എണ്ണം 2000 കവിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഈ ഒരു കോമ്പാക്റ്റ് ആയിരുന്നെങ്കിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. ഈ ഒരു പട്ടാളക്കാരും അല്ലാത്തവരുമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ക്ഷേമത്തിലും ഇവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. എഫിഷ്യൻറ്റ് മെഡിക്കൽ സർവീസ് ആൻഡ് ദേ പ്രൊവൈഡഡ് എ സ്കിൽഡ് വർക്ക്മെൻ. ഓക്കെ, സോ ഏറ്റവും ഒരു ചികിത്സാ വിഭാഗം തന്നെ വരുത്തുകയാണ് ചെയ്തത്. സോ ദെൻ ഇംപാർഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, അതായത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു നീതി നിർവഹണത്തിന് ഏർപ്പാട് ചെലുത്തുകയും ചെയ്തു. ഇനി അതുകൂടാതെ റിലീജിയസ് കാര്യങ്ങളിൽ ദേ വർ മോർ ടോളറൻറ്റ് ആൻഡ് ലിബറൽ. അപ്പോൾ പോർച്ചുഗീസുകാരെ പോലെ ഇൻടോളറൻ്റ് ആയിരുന്നില്ല, റാദർ അവർ റിലീജിയസ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് എല്ലാ മതവിഭാഗങ്ങളെയും കൺസിഡർ ചെയ്യുന്നവരും വളരെ ടോളറൻ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പോളിസിയാണ് ഡച്ചുകാർ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡച്ചുകാരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വാണിജ്യം മാത്രമായിരുന്നു. സോ ഇക്കണോമിക് പ്രോഫിറ്റ്, അതായത് അമാസിങ് മാക്സിമം പ്രോഫിറ്റ്, പരമാവധി ലാഭം, അതാണ് പ്രധാനമായിട്ടും അവരുടെ ലക്ഷ്യം. മറ്റു കാര്യങ്ങളിലൊന്നും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ പോർച്ചുഗീസുകാരുടെ ലക്ഷ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇത് ട്രേഡ് ഉണ്ടെങ്കിൽ പോലും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലായിരുന്നു പോർച്ചുഗീസുകാർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടെ വാണിജ്യം അല്ലെങ്കിൽ ട്രേഡ് കാര്യങ്ങളിലാണ് ഡച്ചുകാർ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിട്ടിരുന്നത്. അപ്പോൾ ഇവർക്ക് വാണിജ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ്സ് തന്നെ ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് പഞ്ചസാര, ചെമ്പ്, ഈയം, കർപ്പൂരം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ഇറക്കുമതി ചെയ്യുകയുണ്ടായി. ഇനി കയറ്റുമതി, എക്സ്പോർട്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പൈസസ് ട്രേഡ് തന്നെയായിരുന്നു. കുരുമുളകായിരുന്നു പ്രധാനപ്പെട്ട ഇനമായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് കൂടാതെ പരുത്തി തുണി, കോട്ടൺ, ഏലം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ എക്സ്പോർട്ടും ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു
ട്രേഡ് പോളിസി ആയിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. ഇനി അവരുടെ റിലീജിയസ് പോളിസിനെ പറ്റി പറയുകയാണെങ്കിൽ റിലീജിയസ് പോളിസി മതനയം പോർച്ചുഗീസുകാരെ പോലെ അന്ധമായിട്ടുള്ള ഒരു മതനയമായിരുന്നില്ല അവർ ഫോളോ ചെയ്തത്. അതർ വളരെ ലിബറൽ ആൻഡ് ടോളറൻ്റ് ആയിട്ടുള്ള ഒരു പോളിസി ആയിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. ദേ സപ്പോർട്ടഡ് ദ ഫോറിൻ മിഷണറീസിൻ്റെ ഒരു പ്രസൻസ് അവർ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഫോറിൻ മിഷണറീസിനെ പ്രൊമോട്ട് ചെയ്യുകയുണ്ടായി. റെസ്പെക്ട് ഫോർ അതർ റിലീജിയൻസ് ആസ് വെൽ, മറ്റു മതങ്ങളെ അവർ റെസ്പെക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളാണ് വൈദിക പുരോഹിതന്മാരോട് ഔദാര്യപൂർവ്വം പെരുമാറുക, അതുപോലെ തന്നെ ലത്തീൻ കത്തോലിക്കൽ ഉൾപ്പെടെയുള്ള കേരള ക്രൈസ്തവരുടെ സംരക്ഷണം ഏറ്റെടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടായി. ഇനി യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളുടെയും അതുപോലെ തന്നെ മതസ്ഥാപനങ്ങളെയൊക്കെ ആക്രമണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. സോ പോർച്ചുഗീസുകാരെ പറ്റി നോക്കുമ്പോൾ അവർ വാൻഡലൈസ് ദ ടെമ്പിൾസ് ആൻഡ് മോസ്ക്, അപ്പോൾ അവർ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ അവർ അതിൽ നിന്നും ഒഴിവാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഡച്ചുകാരുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ വളരെ ടോളറൻ്റ് ആയിട്ടുള്ള ഒരു പോളിസി ആയിരുന്നു ഡച്ച് ഫോളോ ചെയ്തിരുന്നത്. ഇനി ഡച്ച് റൂൾസിന്റെ എഫക്റ്റ്, അതായത് ഡച്ചുകാരുടെ ബന്ധവും ഡച്ചുകാരുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ റിവൈവൽ ഓഫ് കേരള ട്രേഡ്, അതായത് കേരള വാണിജ്യത്തിന് പുനരുജ്ജീവനം സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ പുതിയ തരം ഉൽപ്പന്നങ്ങൾ, ശാസ്ത്രീയമായ കൃഷി രീതികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു. ദെൻ സയൻറ്റിഫിക് ടെക്നിക്സ് ഓഫ് കൾട്ടിവേഷൻ. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടത് തെങ്ങുകളുടെ ഒരു പ്രോത്സാഹനമാണ്. അപ്പം തെങ്ങുകൾ വിപുലമായിട്ട് നട്ടുപിടിപ്പിക്കപ്പെട്ടു. അപ്പോൾ തെങ്ങ് കൃഷിക്ക് മാക്സിമം പ്രോത്സാഹനം നൽകാൻ വേണ്ടിയിട്ട് ഡച്ചുകാർ ശ്രദ്ധിച്ചായിരുന്നു. അപ്പം നല്ലതരം തൈകളും അതുപോലെ തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള കൃഷി സമ്പ്രദായം അവർ പ്രചരിപ്പിക്കുകയുണ്ടായി. ദെൻ കൾട്ടിവേഷൻ ഓഫ് റൈസ് ആൻഡ് ഇൻഡിഗോ ഡൈക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിഗോ, അതുപോലെ തന്നെ റൈസ് കൾട്ടിവേഷൻ, ഇതെല്ലാം ചെയ്തു. സാൾട്ട് ഫാമിംഗ് ആൻഡ് ഡൈയിങ് അതും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഈ വ്യത്യസ്തമായിട്ടുള്ള രീതികളൊക്കെ പ്രകാരം ഡച്ചുകാരുടെ കീഴിൽ കേരളത്തിലെ ഒരു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ തുടങ്ങി. കൊച്ചി, കൊല്ലം, അഞ്ചുതെങ്ങ്, കുളച്ചൽ ഇങ്ങനെയുള്ള തുറമുഖങ്ങളെല്ലാം സജീവമായിട്ട് പ്രവർത്തിച്ച ഒരു കാലയളവായിരുന്നു ഡച്ചുകാരുടെ ഒരു കാലയളവെന്ന് പറയുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം പോർച്ചുഗീസുകാരെ പോലെ വിദ്യാഭ്യാസത്തിലും സാംസ്കാരിക കാര്യങ്ങളിലും കാര്യമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ല ഡച്ചുകാർക്ക്. അവരിവിടെ പുതിയ സെമിനാരികളോ വിദ്യാശാലകളോ ഒന്നും സ്ഥാപിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് പ്രധാനമായിട്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ വിഷർ, അതുപോലെ തന്നെ വിഷറിൻ്റെ, അതുപോലെ തന്നെ ലിൻഷോട്ടൻ, പിന്നെ ന്യൂഹോഫ്, അതുപോലെ തന്നെ ബാൾഡേസ്, ഇങ്ങനെയുള്ള ഡച്ച് ആൾക്കാരുടെ ഒരു സ്മരണകളും കത്തുകളും ഒക്കെ നമുക്ക് ഈ സമയത്തെ കേരളത്തിൻ്റെ ഒരു സാമൂഹിക, സാമുദായിക, സാമ്പത്തിക കാര്യങ്ങളുടെ ഒക്കെ ഒരു അക്കൗണ്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അതുകൂടാതെ ഇവിടെ പറയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്നുള്ളത് ഇന്ത്യൻ സസ്യങ്ങളുടെ ഔഷധ ഗുണങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഓക്കെ, സോ ഒരു അമൂല്യ ഗ്രന്ഥമാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ രചന പ്രധാനമായിട്ട് നടന്ന അഡ്മിറൽ വാൻഡ്രീഡിന്റെ നേതൃത്വത്തിലാണ്. അഡ്മിറൽ വാൻഡ്രീഡ് ആണ് ഇതിന്റെ ചുക്കാൻ പിടിച്ചത്. അഡ്മിറൽ വാൻഡ്രീഡ്. ഓക്കെ, ഇനി ഇത് പ്രസിദ്ധപ്പെടുത്തിയത് 1678 തൊട്ട് 1703. ഇതിന്റെ ഒരു ടൈം പീരീഡിൽ ഇടയ്ക്ക് 12 വോളിയംസ് ആയിട്ട് ആംസ്റ്റർഡാമിൽ നിന്നാണ് ഇത് പ്രസിദ്ധപ്പെടുത്തിയത്, ഫ്രം ആംസ്റ്റർഡാം. ഓക്കെ, സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഡച്ചുകാരുമായിട്ടുള്ള ഒരു ബന്ധം മൂലമുണ്ടായ കേരളത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഫോറിൻ ഇൻവേഷനിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. നമ്മൾ അപ്പം പോർച്ചുഗീസുകാരുടെ ഒരു പീരീഡ് കണ്ടു, അതുപോലെ തന്നെ ഡച്ചുകാരുടെ ഒരു പീരീഡ് കണ്ടു. സോ അവർ കേരളത്തിൽ ഉണ്ടാക്കിയ ചെറുതും വലുതുമായിട്ടുള്ള ഇമ്പാക്ട്സ് നമ്മൾ കാണുകയുണ്ടായി. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു കഥ രീതിയിലാണ് ഞാൻ ഇതിൽ പറഞ്ഞത്. ഫാക്ച്വൽ ആയിട്ടുള്ള ഒരുപാട് ഡേറ്റാസ് ഇതിനിടയ്ക്കുണ്ട്, പക്ഷേ എല്ലാം നമുക്ക് കവർ ചെയ്യാൻ സാധിക്കില്ല, കാരണം ഇതൊരു റിവിഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഇത് കവർ ചെയ്ത്. സോ ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കഥ രീതിയിലുള്ള ഒരു അവബോധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഫാക്ച്വൽ ആയിട്ടുള്ള ഡേറ്റാസ് കാണാപ്പാഠം പഠിക്കുന്നതിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു രീതിയിൽ പഠിച്ചു പോകുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു സെഷനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മറ്റൊരു സെഷന് വീണ്ടും കാണാം. സോ ഓൾ ഓഫ് യു സ്റ്റഡി വെൽ, ടേക്ക് കെയർ ആൻഡ് ബൈ.